Hi friends, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഫാസി മുഹമ്മദ്. ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിലും ഒരു ക്രിപ്റ്റോ കറൻസി എയർഡ്രോപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ മുന്നിൽ ആകെ ഒരു ദിവസമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക, എയർഡ്രോപ്പ് നേടുക. എയർഡ്രോപ്പ് എന്തായാലും കിട്ടും. 14th ന്യൂസ് വന്നാണ് ബിനാൻസിൽ നിന്നും ഇവർ പറയുന്ന ഗെയിമിംഗ് ആപ്ലിക്കേഷനിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ബിനാൻസിന്റെ വക നമുക്ക് NFT എയർഡ്രോപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. നമ്മുടെ ഫണ്ട് ബിനാൻസിൽ നിന്നും ഈ ഗെയിമിംഗ് ആപ്ലിക്കേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ന്യൂസ് ഇതുവരെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞത്. ഇത് ഞാൻ ബിനാൻസിന്റെ കസ്റ്റമർ സപ്പോർട്ടുമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പൊ അവര് പറയുന്നത് ചെറിയ എന്തെങ്കിലും ഒരു ഫണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറയുന്നത്. NFT എന്തായാലും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. 0.something USDT ഒക്കെ നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി, നമുക്ക് എന്തായാലും NFT ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം ഈ എയർഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ നോക്കുക. അതിന് പുറമെ ഫെറ്റ് എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ആ ക്രിപ്റ്റോ കറൻസി എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം, എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ബിറ്റ്കോയിൻ ഒക്കെ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഫ്യൂച്ചറിലോട്ട് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റേക്കിംഗിലോട്ടൊക്കെ പോവുക. ഫെറ്റ് എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസിയുടെ മൈനറ്റ് അപ്ഗ്രേഡ് ജൂലൈ 15th വരുന്നുണ്ട്. ഫെറ്റ് എന്ന് പറയുന്ന ഈ ക്രിപ്റ്റോ കറൻസി സ്റ്റേക്ക് ചെയ്താൽ ബെനിഫിറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ജൂലൈ 15th ശേഷം ഇതിന്റെ സ്റ്റേക്കിംഗ് പാറ്റേൺ മാറാൻ പോവാണ്. ഇപ്പൊ മൈനറ്റ് സ്റ്റേക്കിംഗ് എന്നാണ് പറയുന്നത്. മൈനറ്റ് സ്റ്റേക്കിംഗിൽ പങ്കെടുക്കുന്നവർക്ക് അതിന്റെ APY റിട്ടേൺ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അന്ന് സ്റ്റേക്കിംഗിൽ പങ്കെടുക്കുന്നവർക്ക് പുതിയൊരു ക്രിപ്റ്റോ കറൻസി എയർഡ്രോപ്പ് ആയിട്ട് അവർ നൽകുന്നുണ്ട് പറഞ്ഞിരുന്നു. ആ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എങ്ങനെ ഈ മൈനറ്റ് അപ്ഗ്രേഡിന്റെ സ്റ്റേക്കിംഗിൽ നമുക്ക് പങ്കെടുക്കാം, നിലവിൽ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം. പിന്നീട് നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ വിത്ത് ബിനാൻസ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ബിനാൻസിൻ്റെ ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, Bplay എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ എൻ്റർ ആയിട്ടുണ്ട്. 1000 ടോക്കൺസ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ 1000 ടോക്കൺസ് വെച്ച് നമുക്ക് ഇതിൽ ഗെയിം കളിക്കാം എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഇതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂ വിത്ത് ബിനാൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സൈനപ്പ് പ്രോസസ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സൈനപ്പ് ചെയ്തിരുന്നു. അപ്പോൾ സൈനപ്പ് പ്രോസസ്സും സിമ്പിളാണ്. അങ്ങനെ ഈ ഇന്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ ഫണ്ട് ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇൻസ്റ്റന്റ് ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഫിനാൻസിന്റെ സ്പോട്ട് വാലറ്റിൽ നിന്നും Bplay വാലറ്റിലോട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ചെറിയ എമൗണ്ട് മതി. കോയിൻ ഡോളർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ഡോളർ ഞാൻ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നാളെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. എത്രയും പെട്ടെന്ന് ഫണ്ട് നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ബിനാൻസ് വിൽ എയർഡ്രോപ്പ് യുവർ NFT വിത്തിൻ 3 days. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എയർഡ്രോപ്പ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും എന്നാണ് പറയുന്നത്. റീറ്റീറ്റ് ആൻഡ് യു കുഡ് വിൻ 50 USDT. ഇപ്പോൾ ഇവർ ഒരു ഗീവ് അവേ ടാസ്ക് നടക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഒന്ന് റീറ്റീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റാൻഡായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 50 USDT കൊടുക്കുന്നുണ്ട്. നമുക്കും ജസ്റ്റ് റീറ്റീറ്റ് ചെയ്ത് കൊടുക്കാം. ഫെറ്റ് ടോക്കൺ സ്റ്റേക്ക് ചെയ്യുന്നതിനെ കുറിച്ച് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഈ പാർട്ട് കാണുക, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ജൂലൈ 15th ഫെറ്റ് ടോക്കണിൻ്റെ മൈനറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ നിലവിൽ സ്റ്റേക്ക് ചെയ്യുന്നവർക്കും ഇനി പുതുതായിട്ട് സ്റ്റേക്ക് ചെയ്യുന്നവർക്കും ഇവരുടെ പുതിയൊരു ടോക്കൺ എയർഡ്രോപ്പായിട്ട് കിട്ടുന്നുണ്ട്. ആ ടോക്കണിൻ്റെ പേരാണ് Mobx. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നേ നിലവിൽ സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് 10% APR-ഉം അതിൻ്റെ പുറമെ 2 ടോക്കൺസ് എയർഡ്രോപ്പായിട്ട് നൽകുന്നുണ്ട്, മെറ്റാലക്സും അതുപോലെ ആറ്റോമിക്സും. ഇനി 15th ശേഷം ഈ മെറ്റാലക്സ് എയർഡ്രോപ്പും ആറ്റോമിക്സ് എയർഡ്രോപ്പും നിൽക്കും. അതിൻ്റെ പുറമെ APR വാല്യൂ അവർ കൂട്ടിത്തരും എന്നാണ് പറയുന്നത്. കിട്ടിയ എയർഡ്രോപ്പ് ആറ്റോമിക്സ്, മെറ്റാലക്സ് അതിൽ നിന്നും ക്ലെയിം ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 30 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നേ അതിൽ നിന്ന് ക്ലെയിം ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫണ്ട് ലോസ് ആവും, പിന്നെ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. നിലവിൽ സ്റ്റേക്ക് ചെയ്യുന്നവർ ഇതിൽ നിന്ന് സ്റ്റേക്കിംഗ് ഫണ്ട് ഒരിക്കലും അൺബൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജൂലൈ 15th മൈനറ്റ് അപ്ഗ്രേഡിലോട്ട് മാറുന്ന സമയത്ത് നമ്മുടെ ഫണ്ട്സ് അവിടെ ഫ്രീസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ മൈനറ്റ് അപ്ഗ്രേഡിലോട്ട് ട്രാൻസ്ഫർ ആകുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത് മൈനറ്റ് സ്റ്റേക്കിങ്ങിലായിരിക്കും. അതായത് ഇവരുടെ പുതിയൊരു വാലറ്റ് ഉണ്ടാവും. ആ വാലറ്റിലോട്ട് നമ്മുടെ ഫണ്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. നമുക്ക് അതിൽ നിന്ന് ആ ഫണ്ട്സ് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും.
അതിനുശേഷം അവർ പറയുന്ന ആ ടേംസ് ആൻഡ് കണ്ടീഷനിലൂടെ നമ്മുടെ ഫണ്ട്സ് അതിൽ നിന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ APR വാല്യൂ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതിന് പുറമെ മൊബിക്സിൻ്റെ എയർ ഡ്രോപ്പ് നമുക്ക് ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നിലവിൽ സ്റ്റേക്കിങ്ങിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും അൺബൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ആയിട്ട് മൈനെറ്റ് അപ്ഗ്രേഡിലോട്ട് മാറിക്കോളും. നമുക്ക് അതിന് APR വാല്യൂ ഹ്യൂജ് എമൗണ്ട് കിട്ടും ചെയ്യും. അതിന് പുറമെ എയർ ഡ്രോപ്പ് ഹ്യൂജ് എമൗണ്ട് കിട്ടും ചെയ്യും. ഇനി പുതുതായിട്ട് ഇതിലോട്ട് സ്റ്റേക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ സ്റ്റേക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. 70% to 75% ഫ്രം വാലിഡേറ്റേഴ്സ്. നമ്മളിതിൽ സ്റ്റേക്കിങ്ങിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 70 മുതൽ 75% വരെ നമുക്ക് സ്റ്റേക്കിംഗ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സ്റ്റേക്ക് ചെയ്യേണ്ട സ്റ്റെപ്സും കാര്യങ്ങളും പറയുന്ന ഈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് വായിച്ചതിന് ശേഷം കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. പ്ലീസ് ഡു നോട്ട് സെൻഡ് യുവർ ടോക്കൺസ് ഫ്രം യുവർ എക്സ്ചേഞ്ച് ഡയറക്ട്ലി ടു ദ കോസ്മോറ്റേഷൻ വാലറ്റ്. അപ്പോൾ ഇതാണ് കോസ്മോറ്റേഷൻ ആപ്ലിക്കേഷൻ. ഇത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്, ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മളെ മെറ്റാമാസ്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു വാലറ്റ് തന്നെയാണിത്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഫെച്ച് മൈനെറ്റ് എന്ന് കാണാം. ഈ ഫെച്ച് മൈനെറ്റിൽ ക്ലിക്ക് ചെയ്യുക. താഴെ ഷോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീഡ് ഫ്രൈസ് ഓണാവും. ഈ സീഡ് ഫ്രൈസ് നമ്മുടെ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ നെയിമിൻ്റെ ഒക്കെ പോലെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം അത് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളൊരു ഭാഗത്ത് സേവ് ചെയ്ത് വെക്കുക. ഒരു പിന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു പിന്ന് എൻ്റർ ചെയ്യുക. ക്രിയേറ്റ് വാലറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കോസ്മോറ്റേഷൻ വാലറ്റിൽ ഫെച്ച് മൈനെറ്റിൻ്റെ വാലറ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഈ ഫെച്ച് മൈനെറ്റിൻ്റെ വാലറ്റ് അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ടോക്കൺ ബ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ സ്റ്റെപ്സാണ് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വെബ്സൈറ്റിൽ കമ്പ്യൂട്ടർ വഴി എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റിൻ്റെ പ്ലഗിൻ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്തിടുക. ഈ വെബ്സൈറ്റും മെറ്റാമാസ്കിൻ്റെ വാലറ്റും തമ്മിൽ ലിങ്ക് ആവും. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ടോക്കൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ETH ടു നാറ്റീവ് എന്നുണ്ട്, നാറ്റീവ് ടു ETH എന്നുണ്ട്. ഇതിൽ ETH അഡ്രസ്സ് എന്നുള്ളത് നമ്മുടെ എതേറിയം പ്ലാറ്റ്ഫോമിലുള്ള ഫെറ്റ് ടോക്കണിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ മെറ്റാമാസ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫെറ്റ് ടോക്കൺസ് നിൽക്കുന്നത് ERC20 ERC20 എന്ന് പറയുന്ന ആ ബ്ലോക്ക് ചെയിനിലാണ്. മെറ്റാമാസ്കിലെ ഫെറ്റ് ടോക്കൺസ് നിൽക്കുന്ന ആ അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് എതേറിയം അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക. നാറ്റീവ് അഡ്രസ്സ് എന്നുള്ളത് കോസ്മോറ്റേഷൻ വാലറ്റിൽ ഫെറ്റിൻ്റെ ആ മൈനെറ്റ് അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. എമൗണ്ട് എന്നുള്ളത് ഫെറ്റ് ടോക്കൺസിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ എന്നുള്ളത് കൊടുക്കുക. ട്രാൻസ്ഫർ കൊടുക്കുന്ന സമയത്ത് എതേറിയം ഗ്യാസ് ഫീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ എതേറിയം ഗ്യാസ് ഫീസ് നമ്മൾ പേ ചെയ്യുക. നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റിൽ എതേറിയം കുറച്ച് വേണം. പിന്നീട് വീണ്ടും ഇതേ ഇൻ്റർഫേസ് തന്നെ വരിക. ഈ ഇൻ്റർഫേസിൽ എതേറിയം അഡ്രസ്സ് എന്നുള്ളടത്ത് ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് അടിച്ചു. നാറ്റീവ് അഡ്രസ്സ് എന്നുള്ളടത്ത് കോസ്മോറ്റേഷൻ വാലറ്റിൻ്റെ അഡ്രസ്സ് വീണ്ടും അടിച്ചു. ടോക്കൺസിൻ്റെ നമ്പർ അടിച്ചതിന് ശേഷം ട്രാൻസ്ഫർ എന്നുള്ളടത്ത് സ്വാപ്പ് എന്നാണ് കാണിക്കുക. അപ്പോൾ സ്വാപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് മെറ്റാമാസ്ക് വാലറ്റിൽ നിന്നും കോസ്മോറ്റേഷൻ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. കോസ്മോറ്റേഷൻ വാലറ്റിൽ നിന്നും അവർ പറയുന്ന ആ മെത്തേഡിലൂടെ നമുക്ക് വാലിഡേറ്ററിനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫണ്ട്സ് അവിടെ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. Mobx എന്ന് പറയുന്ന ഈ എയർ ഡ്രോപ്പ് ടോക്കണിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി എൻ്റർ ചെയ്തിട്ട് ഡൗൺലോഡ് ദ Mobx ലൈറ്റ് പേപ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ റോഡ് മാപ്പ് എന്നുള്ള സെക്ഷൻ എടുത്തതിന് ശേഷം 15 ജൂലൈ ടു 15 സെപ്റ്റംബർ എന്നുള്ളതിൽ നിങ്ങൾക്ക് കാണാം ഒരു മാസത്തോളം മൈനെറ്റ് സ്റ്റേക്കിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് Mobx ടോക്കൺസ് ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പ് ആയിട്ട് നൽകുന്നുണ്ട്. ഈ ലൈറ്റ് പേപ്പർ ഒന്ന് ഫുള്ളായിട്ട് വായിച്ച് നോക്കുക. ലൈറ്റ് പേപ്പർ ഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞാൽ Mobx ടോക്കൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നവരെ I am going to signing off. This is your friend ഫാസി മുഹമ്മദ്.